ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. ടൈറ്റിലിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഹീറോയിൻ്റെ പേര് ശ്വേത. നമ്മളെ ഹീറോയിൻ ഒരു മോഡൽ ഗേളാണ്. ശ്വേതക്ക് പറഞ്ഞ ഫാഷൻ ഡിസൈനറാണ് ശ്വേത പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജംഗുക്ക് ഒരു ഐഡലാണ്. അതെ, ഐഡലൊക്കും ബോക്സർ. അതെ, ബോക്സിങ് കോച്ച്. അതെ, ജിം കോച്ചാണ്. അതുമാത്രമല്ല ജിം സ്വന്തം വെച്ചിട്ട് ബോക്സിങ് ട്രെയിനിങ് എല്ലാം എടുക്കും. അതുമാത്രം സ്വന്തം വെച്ച് റൺ ചെയ്യാൻ ജംഗുക്ക് ഒരു ബേബി ഉണ്ടായിരുന്നു, കുക്കി. ജിയാനാണ് പേര്. കുക്കിയെന്ന് വിളിക്കുവാണ് നമ്മൾ ജംഗുക്കിനെ ബേബി. ജംഗുക്ക് ബേബിക്ക് ക്യൂട്ടായിട്ട് സ്മൈൽ ചെയ്ത്. അതുമാത്രമല്ല ജംഗുക്ക് ബേബിക്ക് നല്ല സോങ്സ്, ഭയങ്കര പാട്ടുകൾ, ഭയങ്കര ഡാൻസുകൾ ഒരുപാട് ഇഷ്ടം. നമുക്ക് സ്റ്റോറി ഇട്ടിട്ട് പോവാം. ബേബി ഫോൺ എടുത്തിട്ട് നോക്കാൻ, ഡാഡി എന്താടാ കുക്കിയെ, എന്താ പറ്റും കുക്കിക്ക്? ഡാഡി, നീ കുറേ നാളായി നീ ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ ട്രിപ്പ് പോയാൽ ഞാൻ എന്തൊരു ഡാഡി? എന്നടാ ടാബ് ഇതിൽ നീ നോക്കോ, ഡാഡിൻ്റെ വീഡിയോസ് എല്ലാം വരും, ഇതിലെല്ലാം നോക്കിക്കോ, എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നോക്കിക്കോ. കുക്കീനോട് കിസ് അടിച്ച് ജംഗുക്ക് അവിടെ നിന്ന് പോയിരുന്നു. ഡാഡി നീ പോയാൽ ഞാൻ എന്ത് ഷോ? അല്ലടാ, നീ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സ് കൂടെ ഇറങ്ങിക്കോ, പിന്നെ വന്ന് ഫോൺ നോക്കിക്കോ എന്ന് പറഞ്ഞു. ജംഗുക്ക് ഞാൻ സഞ്ചരിക്കുമോ എന്ന് പറഞ്ഞു ജംഗുക്ക് അവിടുന്ന് പോയിരുന്നു. കുക്കിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഡേയ്സ് പോയിരുന്നു. നമ്മൾ ഹീറോയിനെ നോക്കാം. ഹീറോയിൻ എന്തൊരു കഷ്ടമോ ഈ ഫാഷൻ ഡിസൈൻ പറഞ്ഞ്, ഭയങ്കര ബോറടിക്കുക എന്നെ. ഹീറോയിൻ ടയർഡായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. എന്ത് പറ്റി? ഒന്നുമില്ലടി, ഒരുമാതിരി ആവാം, അതുമാത്രമല്ല ഒരുപാട് കഷ്ടമാവാം എന്ന് പറയായിരുന്നു. അത് കേട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് കൺഫ്യൂസായി. ഹീറോ ശ്വേത പറയായിരുന്നു, മച്ചി എനിക്ക് ബോറടിക്കുക, ഞാൻ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞു. ശ്വേത യെസ് മാം. എന്താ? നീ പുതിയത് കണ്ടുപിടിച്ചോ? മാം അത് നിനക്ക് ഫാഷൻ ഡിസൈൻ. ശ്വേത പറയുന്നു. കമ്പനി നെയിം പറഞ്ഞു. ശ്വേത വീട് ചേഞ്ച് ആയിരുന്നു. ആ കമ്പനിയിൽ നമ്മളെ കോളേജിൽ ഫേമസ് ആണ്, അത് മാത്രമല്ല അവിടേക്ക് പോകണം. ശ്വേത പറയായിരുന്നു. എന്താ? ആ കമ്പനി ആരെ കമ്പനി അറിയാട്ടെ, ഇവർ പൊട്ടം വരാം എന്ന് ശ്വേത പറയായിരുന്നു. മനസ്സിലുള്ളേ ശ്വേതക്ക് ഒരു 3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഹീറോയിനെ കാണാൻ ഇഷ്ടമല്ല ശ്വേതനെ കാണുമ്പോൾ. ശ്വേതൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു, റോസ് പറയായിരുന്നു, മച്ചി ഇവ ഒരു ഐഡി ചെയ്യാം. ശ്വേത പറയാൻ തുടങ്ങിയായിരുന്നു. അവൾക്ക് എന്താ? ശ്വേതനോട് പറയായിരുന്നു. അപ്പോഴത്തെ ഗേൾസ് ഗ്രൂപ്പ് 3 പേര് പറയുന്നു. അതെ, ആ കമ്പനി ഇല്ലേ, ആ കമ്പനിയിൽ ഞാൻ ഫാഷൻ ഡിസൈൻ ഡ്രസ്സെല്ലാം ഭയങ്കര ഫേമസ് ആണ്, ഞാൻ ആ കമ്പനിയിൽ കൊടുക്കാൻ പോവാ, എൻ്റെ ഫാഷൻ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടും എന്ന് ഹീറോയിൻ്റെ കാട്ടി കളിയാക്കുമായിരുന്നു ഹീറോയ്ക്ക് ടെൻഷനായി. ഞാൻ ജയിക്കും എന്ന് ആളാക്കിയിട്ട് ആ ഗേൾസ് 3 പേര് പോയായിരുന്നു. ഹീറോയിന് വീട് ചേഞ്ച് ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് പോയായിരുന്നു. വീട്ടിൽ പോയിട്ട് ഡിസൈൻ സെലക്ട് ആക്കിയായിരുന്നു. അതെ, ആ ഡിസൈൻ പറഞ്ഞ ഡ്രസ്സ് നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ഉണ്ടാക്കിയായിരുന്നു. ഒരു പിങ്ക് ഫ്രോക്കായിരുന്നു. പിങ്ക് ഫ്രോക്കിൽ നല്ല മിന്നി പോലെ സ്റ്റാർ മതി എല്ലാം ഡിസൈൻ ആക്കിയിട്ട് ഹീറോ വെച്ചായിരുന്നു. പിങ്ക് കളറും പിന്നെ നിറയെ കളേഴ്സ് വെച്ച് റെയിൻബോ കളർ മാറി ഹീറോ ഡ്രസ്സ് റെഡിയാക്കിയായിരുന്നു. അതുമാത്രമല്ല പിങ്ക് പറഞ്ഞ റെയിൻബോ ഡ്രോയിങ് നല്ല സൂപ്പറായിട്ട് വരച്ചായിരുന്നു. അത് ഹീറോ റെഡിയാക്കി വെച്ചായിരുന്നു. പിന്നെ ആ വലിയ ഗ്രൂപ്പ് ഹീറോയിൻ്റെ ഡിസൈൻ എന്താണ് അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഇട്ടേ. ഹീറോയ്ക്ക് ഓൾറെഡി അറിയാം ആ വില്ലിനെ കുറിച്ച്. കുറേ പ്രോജക്റ്റ് വേറെ കമ്പനിക്ക് അവർ പറ്റിച്ച് ഹീറോയി ഒരു ഡ്രസ്സിൻ്റെ ഡിസൈൻ വെച്ചായിരുന്നു. ഇത് അവർ കോപ്പി അടിച്ച് ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ പോയായിരുന്നു. ഹീറോ നടക്കട്ടെ എന്ന് പറഞ്ഞാണ്. അങ്ങനെ എല്ലാവരും ആ കമ്പനിക്ക് പോയായിരുന്നു. ഹീറോയിൻ്റെ ഒരു കൊടുത്തായിരുന്നു. ആ കമ്പനി CEO പറയായിരുന്നു, വാവ് ഫാഷൻ നല്ല സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗേൾ പോയിരുന്നു. ആ ഗേൾക്ക് മുഖ്യമായിട്ട് മാറുകയായിരുന്നു. ആ ഗേൾ പറയുന്നു, മാം എൻ്റെ ഒരു പ്രോജക്റ്റ് കാണുന്നില്ല. ഹീറോയിനെ കളിയാക്കായിരുന്നു. അതിൽ അവിടുത്തെ കമ്പനീൻ്റെ CEO വന്ന് താടി കഴിച്ചിട്ട് എന്താ അവിടെ നടക്കുന്നതായിട്ട് CEO കേട്ടായിരുന്നു. സാർ, ഞാൻ ഡ്രോയിങ് വരച്ച ഡ്രോയിങ്ങിന് ഇവൾ കോപ്പി എടുത്തു എന്ന് ഹീറോയിൻ മേലെ ഇതിലൊരു ഗേളിലെ ലീഡർ ഗേൾ ഉണ്ടായി. അവൾ പറഞ്ഞായിരുന്നു. എന്താ എന്ന് ഹീറോയിനെ നോക്കിയായിരുന്നു. ഹീറോയിൻ അവരെ നോക്കിയിട്ട് എന്ന് വീട് തിരിച്ചായിരുന്നു. ഇവൾക്ക് എന്താ പണക്കമായി പോയോ എന്ന് പറഞ്ഞ് അയാൾ ശരി ഓക്കെ എന്ന് പറഞ്ഞ്, എന്താ മാം ഇത് നീ മേടിച്ചതാ? എന്താ അങ്ങനെ ഹീറോയിനോട് അങ്ങനെയായിട്ട് പറഞ്ഞു. അതിലൊരാൾ വന്നു, എന്താ ഇതാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ വന്നായിരുന്നു. സെക്യൂരിറ്റി വന്നു. ഒരാൾ വന്നിട്ടുണ്ട് പറഞ്ഞത്. അങ്ങനെ വന്നായിരുന്നു. വീഡിയോ അതിൽ സാർ ഈ വീഡിയോ നോക്ക് എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് കൊടുത്തു പോയായിരുന്നു.
അവൻ ആ പെണ്ണ് വല്ല തില്ലും മറിയാക്കിയായിരുന്നു. അതിൽ ആ CC ക്യാമറയിൽ കണ്ടായിരുന്നു. അതിൽ ഹീറോയാണ് ഡ്രോയിങ് വലിച്ചത്, എല്ലാ ഹീറോയാണ് സെലക്ട് ചെയ്തത് എല്ലാം പറഞ്ഞു. പിന്നെ അയാൾ നോക്കിയിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞു ഇത് ചീട്ട് എന്ന് പറഞ്ഞു. പിന്നെ അയാൾ താടി കൈ വെച്ച ആൾക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ വന്ന് കൊടുത്താൽ സാർ എന്ന് പറഞ്ഞായിരുന്നു. അത് സെക്യൂരിറ്റി ആയിരുന്നു. ക്യാമറ പറഞ്ഞാൽ അയാൾ വച്ചത് അയാൾക്ക് ടെൻഷനായിരുന്നു. അയാൾ പറയുന്നത് എന്താ നീ പറഞ്ഞത്, ഈ ഡ്രോയിങ് നീ വരച്ചത് പറയായിരുന്നു. അങ്ങനെ അടുത്ത് ഇവിടുത്തെ അങ്ങനെ ചെയർമാൻ അവർ പറയുന്നു എന്താ നീ ഇങ്ങനെ പറഞ്ഞേ, ഇവൾ ആരാ നിരിച്ച് നീ പറയുക. അതിലൊരാൾ പറയായിരുന്നു ആ കുട്ടി അതെയല്ല ആ കുട്ടീൻ്റെ മമ്മി ഡാഡി വന്നു. ആ പെണ്ണിന് കണ്ണത്ത് പലാന ഒരു അടി വെച്ച്. ആ പെണ്ണ് വീട്ടിൽ തിരിഞ്ഞു നോക്കായിരുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് സോറി സാർ എന്നാ പറയായിരുന്നു. എന്താ സാർ സോറി എന്ന് പറയായിരുന്നു. അങ്ങനെ അയാൾ പറഞ്ഞു തുടങ്ങി എന്താപ്പാ നിൻ്റെ മോൾക്ക് വേറെ പണിയില്ല ബുദ്ധിയില്ലേ, എൻ്റെ എൻ്റെ പേരക്കുട്ടീനെ ഇവളെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അയാൾ ടെൻഷനായി വായൊക്കെ പറയുന്നത്. ഇവളെ കോപ്പി അടിക്കായിരുന്നു. ഇവിടെ ഇനി മേലായി ഈ 3 പേര് ഇവിടെ പഠിക്കാൻ പാടില്ല. എനിക്ക് കുറിച്ച് എല്ലാം ന്യൂസ് വന്നായിരുന്നു. എൻ്റെ പേരക്കുട്ടി ഇവൾ പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാൻ സാറില്ല വിട്ടുപോകണം. എത്ര നാളായി ഇവൾ കട്ടെടുക്കുന്നത് എന്നെ പറഞ്ഞ് ടെൻഷനായിരുന്നു. അങ്ങനെ ആ 3 ഗേൾസൊക്കെ പേടിയായിരുന്നു. അതെ, ടോപ്പ് നമ്പർ 1 ബിസിനസ് മാൻ ആയിരുന്നു ഹീറോയിൻ്റെ ഗ്രാൻഡ് പാക്ക് ടെൻഷന് ഭയങ്കര കൂടി പോയായിരുന്നു. ഗ്രാൻഡ് പാ മുറുക്കായിരുന്നു. അതുകൊണ്ട് ഗ്രാൻഡ് പാ ഇങ്ങനെ പറയുന്ന വഴക്ക് കേട്ടായിരുന്നു. ഹീറോയിൻ ഡാഡി ഇങ്ങനെ ഓഫീസൊക്കെ വന്നായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നതിനകത്ത് ഹീറോയിൻ്റെ അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ വന്ന് ഷാക്കായിരുന്നു. അച്ഛാ നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. നടന്ന കാര്യം പറഞ്ഞു. അയാൾക്ക് ഹീറോയിൻ്റെ ഡാഡിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്, നിങ്ങളെ കൊച്ചിക്കറിയില്ലേ, ഞാൻ നിങ്ങൾക്ക് ഡീൽ തരാൻ വെച്ച് പോയി, നിങ്ങളെ മോൾ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ അക്സസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഹീറോയിൻ ഡാഡി ടെൻഷൻ വഴക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോയിരുന്നു. അങ്ങനെ ആ 3 പേര് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ ലീഡറിൻ്റെ ഡാഡി വാക്ക് പറഞ്ഞ് അവിടുന്ന് പോയിരുന്നു. പിന്നെ ആ 2 ഗേൾസിൻ്റെ ഡാഡിക്കും ജോലി വരുന്നു. അവർ ആ കുട്ടികളെ വഴക്ക് പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഡാഡിയെ നിന്നെ ചെയ്തേ ഇല്ല മോളെ നീ കാര്യം പറയാതെ എന്തായിരുന്നു എന്ന് പറയായിരുന്നു. അത് കേട്ട് ഓക്കേപ്പാ എന്ന് പറയായിരുന്നു. സോറി മാ ബാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഹീറോയിൻ